താത്തക്കൂടെ കാക്കു പോയാ കൂക്കു പോയാ. ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് ഇതാ, ഇപ്പോൾ എല്ലാവരും മക്കളെ സ്കൂളിലൊക്കെ പറഞ്ഞേക്കുന്ന ഒരു തിരക്കിലാവില്ലേ? സ്കൂളൊക്കെ തുറന്നപ്പോൾ എല്ലാവരും ബിസി തന്നെ ആവും. ഇവിടെ തന്നെ കേട്ടോ അവസ്ഥ. രണ്ടാൾക്കാർ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ളതൊക്കെ ഇതാ 8:20 ആകുമ്പോഴത്തേനും റെഡി ആവണം കേട്ടോ. 8:20 സ്കൂൾ ബസ് എത്തൽ. അങ്ങനെ ഞാനൊരു 6 മണിക്കൊക്കെയാണ് കിച്ചണിക്ക് പോകുന്നത്. ഞാൻ എണീറ്റാൽ അതിൻ്റെ കൂടെ തന്നെ അതാ സോയി എണീക്കും കേട്ടോ. അപ്പോൾ ആൾക്ക് പാലൊക്കെ കൊടുത്ത് പിന്നെ ഉള്ള തൊട്ടിൽ അങ്ങനെ കുറച്ച് ടൈം ആട്ടി ഉറക്കിയാൽ പിന്നെ കുറച്ച് ടൈം അങ്ങനെ ഉറങ്ങിക്കോളും. ഒരു പോകുന്നവരെയൊക്കെ അങ്ങനെ ഉറങ്ങും കേട്ടോ. കാരണം രാത്രി ഉറക്ക് കുറവുള്ളതുകൊണ്ട് തന്നെ ഈ ടൈമിൽ പിന്നെ ഒന്ന് ആട്ടി ഉറക്കിയാൽ ആളങ്ങനെ കിടന്നോളും. അങ്ങനെ ഓൾ ഉറങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ കിച്ചണിക്ക് പോകുന്നതാണ്. അങ്ങനെ കിച്ചണിലെത്തിയാൽ ആദ്യം തന്നെ മക്കൾക്കുള്ള ഫുഡും ഇതൊക്കെ റെഡിയാക്കി വെക്കലാണ്. ഒരിക്കലുള്ള ടിഫിനും ഇതൊക്കെ റെഡിയാക്കി വെച്ചാലുണ്ട് ഒരു സമാധാനം. പിന്നെയാണ് ബാക്കി പണിക്കൊക്കെ പോലെ മക്കളെ എണീപ്പിക്കാനാണെങ്കിലും അതുപോലെ കുളിപ്പിക്കാനും അവർക്ക് ചായ എടുക്കാനും ഒക്കെ നിന്നിട്ടാണ്. അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതും കിച്ചണത്തതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. ഒന്നിനൊരു ടൈമില്ലായിരുന്നു കേട്ടോ. മൊത്തത്തിലൊരു ഹറിബറിയാണ് ഈ ഒരു ടൈം, എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ അപ്പോൾ ഞാൻ പിന്നെ ബോക്സിലാക്കുമ്പോഴാണ് കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ സ്നാക്സ് ആയിട്ട് ഇന്നിപ്പോൾ കൊടുത്തേക്കുന്ന രണ്ടാൾക്കുതാ ബ്രെഡാണ്. ബ്രെഡും കോഴിമുട്ടി പഞ്ചസാരയും കൂടി ആക്കിയിട്ട് പൊരിച്ചിട്ടുള്ളതാണ്. അത് അവർക്ക് രണ്ടാൾക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ചോറ് സാദാ ചോറാണ് കൊടുത്തേക്കുന്നത്. സാദാ ചോറ്, പിന്നെ തക്കാളി കൂട്ടാൻ, ചിക്കൻ പൊരിച്ചതും ആണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ രണ്ടാളെ വാട്ടർ ബോട്ടിലും ടിഫിൻ ബോക്സൊക്കെ ഫില്ല് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിങ്ങനെ. പിന്നെ നേരെ പോയത് ഒരു രണ്ടാളെയും വിളിച്ച് ബ്രഷ് ചെയ്യാനൊക്കെ വിട്ട് ഞാൻ ആ ഒരു ടൈമിൽ യൂണിഫോമൊക്കെ അയൺ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഹൈമുളത് മാത്രമേ അയൺ ചെയ്യാനുള്ളൂ. ഉൾക്കേ യൂണിഫോം ഉള്ളൂ. പപ്പൂസിന് കിട്ടാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഓൻ കളർ ഡ്രസ്സാണ് ഇടുന്നത്. അപ്പം യൂണിഫോമൊക്കെ അയൺ ചെയ്ത് പിന്നെ കുട്ടികൾക്ക് ചായയൊക്കെ കൊടുത്ത് യൂണിഫോമൊക്കെ മാറ്റി റെഡിയായി നിൽക്കുന്നതാണ്. 8:15 ആയപ്പോഴത്തേന് എല്ലാം റെഡിയാക്കിന്. പിന്നെ 8:20 കൃത്യത്തിന് സ്കൂൾ ബസ് എത്തും. അങ്ങനെ പിന്നെ സ്കൂൾ ബസ്സൊക്കെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നതാണ്. വേഗം കിറ്റൊക്കെ സിറ്റൗട്ടിൽ കൊടുന്ന് വെച്ചിട്ട് സ്കൂൾ ബസ് വരുന്ന കാണുമ്പോൾ അങ്ങോട്ട് കയറുന്നതാണ് കേട്ടോ. 8:19 ആകുമ്പോഴാണ് റോഡിൽ കയറൽ. അങ്ങനെ രണ്ടാളിതാ സ്കൂൾ ബസ്സിലൊക്കെ കയറ്റി വിട്ടതിന് ശേഷമാണ് പിന്നെ ഞാനിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ. ഒരു പോകുന്നതിന് മുന്നേ കഴിച്ചാലെന്തോ ഇറങ്ങാത്ത പോലെ ഉണ്ടോ, പെട്ടെന്ന് ഒരു സുഖം കിട്ടൂല, ആസ്വദിച്ച് കഴിക്കാൻ പറ്റാത്ത പോലെ ഉണ്ടോ. അപ്പോൾ ഓരൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ ഇരുന്ന് ഞാൻ ഫുഡൊക്കെ കഴിക്കൽ. പിന്നെ സോയിക്കുട്ടി ഉണർന്നു. ഇനിയിപ്പോൾ ഓൾക്കതാ എണ്ണയൊക്കെ തേച്ച് കിടത്തലാണ്. ഇവരെ സ്കൂളിലൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ സോയിക്കതാ എണ്ണയൊക്കെ തേക്കാനായിട്ട് നിൽക്കൽ. അങ്ങനെ ഇപ്പോൾ ഞാൻ ക്യാരറ്റ് എണ്ണയാണ് തേക്കൽ, വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്. അങ്ങനെ എണ്ണയൊക്കെ തേച്ചിതാ പിന്നെ ഒരു അരമണിക്കൂറോളം അങ്ങനെ കിടത്തലുണ്ട്. അതിൽ കരയും ചെയ്യും, ചിലപ്പോൾ ഉറങ്ങും ചെയ്യും കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരം ഉറങ്ങിയിരിക്കണ, അതുകൊണ്ട് തന്നെ കുളി കഴിഞ്ഞാൽ പിന്നെ ഉറക്ക് വരുന്നില്ല കേട്ടോ. അവൾക്ക് കുറച്ച് നേരം ഇങ്ങനെ കളിക്കാനുള്ളൊരു മൂഡിലായിരുന്നു. അപ്പോൾ ഞാൻ കൺമഷി പൗഡറൊക്കെ ഇട്ടിട്ട് പിന്നെ പാലൊക്കെ കൊടുത്ത് ആളെ കുറച്ച് നേരം ബെഡിൽ അങ്ങനെ ഫ്രീ ആക്കി വിട്ടതാണ് കേട്ടോ. കുറച്ച് നേരം അങ്ങനെ കളിച്ചിട്ടൊക്കെ അങ്ങനെ ഉറക്ക് വരുമ്പോൾ അങ്ങനെ തൊട്ടിലിടാന്ന് വെച്ച് അപ്പോൾ കുറച്ച് നേരം അങ്ങനെ കളിച്ച് കിടക്കുന്നതാണ് അവള്. ബാബു ഒങ്ങണ്ടേ ഒങ്ങണ്ടേ താത്തക്കൂടെ കാക്കു പോയാ കൂക്കു പോയാ.
ആ ഹയത്താത്തയും പപ്പൂസുക്കാക്കും പോയാ കുക്കു പോയിക്കണ നമുക്ക് ഉറങ്ങട്ടാ ടാറ്റ പറഞ്ഞ എല്ലാവർക്കും ഒന്നൂടെ നമുക്ക് ഉറങ്ങണ്ടേ കുഞ്ഞേ ഉറങ്ങണ്ടേ അവൾക്ക് ഉറക്കം വരുന്നുണ്ട് നമ്മൾ ബാബ ഉറങ്ങാൻ പോവാനേ കയ്യമ്പിട്ടെടുക്ക ഒങ്ങണ്ടേ ഉറങ്ങടി അവൾ ഇന്ന് രാവിലെ മുതലേ നല്ല മഴ ഉണ്ടായിരുന്നു രാവിലെ പെയ്തു പിന്നെ ഉച്ചക്ക് ഒന്ന് നിന്നിരുന്നു ഇപ്പോൾ പിന്നെ ഇതാ കുട്ടികൾക്ക് സ്കൂളിൽ വരുന്ന ടൈമായപ്പോഴത്തേനും പിന്നെ നല്ലോണം മഴയൊക്കെ പെയ്യുന്നുണ്ട് പിന്നെ തറവാട്ടിൽ ഇതാ ഉച്ചക്ക് കുറേ മുല്ലപ്പൂവൊക്കെ പെറുക്കിയിട്ട് മോൾസിതാ കൊടുന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ചിങ്ങനെ വൈകുന്നേരം കോർക്കാന്ന് വെച്ചിട്ട് തറവാട്ടിൽ കുറേ മുല്ലപ്പൂ ഉണ്ട് കേട്ടോ മുറ്റത്തേനാണ് ഭയങ്കര സ്മെല്ലുമാണ് നമ്മൾ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര മണമാണ് തൊട്ടടുത്ത് തന്നെ തറവാടായതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ മുല്ലപ്പൂവൊക്കെ കിട്ടിയിട്ട് ഇതാ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഇരുന്നിട്ട് കോർക്കുന്നതാണ് ഹൈമോൾക്കൊക്കെ ഇതാ ഹൈമോളും പപ്പൂസൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്ന് അപ്പോൾ ഇതെല്ലാം കൂടി കണ്ടപ്പോൾ ഹൈമോൾക്ക് ഇപ്പം തന്നെ മുടിയിൽ വെക്കണം എന്നായിട്ടോ നാളെ സ്കൂളിൽ പോകുമ്പോൾ വെച്ചാൽ പോരെന്ന് പറഞ്ഞിട്ടൊന്നും ആൾക്ക് പറ്റുന്നില്ലായിരുന്നു അങ്ങനെ മോൾസ് ഇതാ ഇരുന്നിട്ട് കോർത്ത് കൊടുക്കുന്നതാണ് പിന്നെ മിന്നൂസിൻ്റെ തലയിലൊക്കെ വെച്ച് കൊടുത്ത് ഓൾക്കും വെക്കണം കേട്ടോ മുല്ലപ്പൂ കുറച്ച് നേരം ഇരിക്കുള്ളത് അത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവിടെ താഴെ ഉണ്ടാവും അങ്ങനെ പറിച്ചിട്ടിട്ടുണ്ടാവും കേട്ടോ എല്ലാതും ചിക്കി ഇട്ടിട്ടുണ്ടാവും പിന്നെ ഹൈമോൾക്ക് ഇതാ സ്കൂളിൽ പോകുമ്പോൾ വെക്കാനുള്ളതും പിന്നെ അതുപോലെ ഇപ്പോൾ വെച്ച് കൊടുക്കാനുള്ളതൊക്കെ ഇതാ കോർത്ത് വെക്കുന്നതാണ് നാളേക്കൊക്കെ വാടൊന്നുമില്ല നാളേക്ക് നല്ല ഫ്രഷ് തന്നെ ആവട്ടെ ഞങ്ങൾ ഇലയിലൊക്കെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതന്നെയാണ് കവറിൽ കെട്ടിയിട്ട് കോർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു റോഡിൽ നിന്ന് നല്ല DJ സൗണ്ട് കേട്ടത് അപ്പോൾ തന്നെ ഓടി വന്നിട്ട് കൂടെ തന്നെ മഴയും പെയ്യുന്നുണ്ടായിരുന്നു നല്ലൊരു വൈബ് ആയിരുന്നു കേട്ടോ മുസ്ലിം ലീഗ് ഇതാ പൊന്നാനിയിൽ ജയിച്ചിട്ടുള്ളതാണ് കേട്ടോ സമദാനി നിന്നിട്ട് അപ്പോൾ അതിൻ്റെ ജാഥയാണ് ഈ പോകുന്നത് അപ്പോൾ കണ്ട പാടെ ഓടി വന്നിട്ട് നമ്മൾ പാർട്ടി തന്നെയല്ലേ അപ്പോൾ വന്നത് അതൊക്കെ കാണായിരുന്നു കുട്ടികളും രസമുണ്ടോ ജാഥ കാണാൻ അപ്പോൾ അവിടെ താഴെ ഇരുന്നിട്ട് അങ്ങനെ ഉഷാറിൽ കാണുന്നില്ല അപ്പോൾ ഞങ്ങൾ നേരെ മുകളിൽ സിറ്റ് ഔട്ടിക്ക് പോയതാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ലോഗ് ഇതാ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മക്കളെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു അസ്സലാമു അലൈക്കും